ഹലോ നമസ്കാരം. നമുക്കിന്നൊരു കുറുക്കുകൾ ഉണ്ടാക്കി നോക്കിയാലോ? വരും. അതിന് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ചേന സ്ക്വയർ പീസായിട്ട് അരിഞ്ഞത്, ഒരു നേന്ത്രക്കായ, ഒരു കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്, ഒരു കപ്പ്, 2 തേങ്ങ ചെറുകിയത്, കുറച്ച് പച്ചമുളക്. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് വഴിയെ പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രക്കായും ചേനയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, അല്പം ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് തേങ്ങ, 1 കപ്പ് തൈര്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5-6 പച്ചമുളക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഈ പേസ്റ്റ് നമ്മുടെ വെന്ത് കഴിഞ്ഞ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം തീരെ ചേർക്കരുത്. തൈരിൻ്റെ ആ ഒരു വെള്ളത്തിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഈ വെള്ളം മുഴുവൻ നമുക്കിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. അത് നല്ലോണം വറ്റി കുറുകി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കളന് അല്പം കൂടി മഞ്ഞ നിറം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ നല്ല മഞ്ഞ കളറിലല്ല എടുക്കുന്നത്, ചെറിയൊരു മഞ്ഞ കളറേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയോ കുഴക്കുകയോ ഒക്കെ ചെയ്യാം. ഇതാ നമ്മുടെ കാളൻ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വറുത്തിടാം. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 കപ്പരമുളക്, അതുപോലെ 1 പിടി കറിവേപ്പില, ഇതൊക്കെ ചേർത്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഈ വറവ് നമുക്ക് നമ്മുടെ കാളിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വറവിട്ട് കൊടുക്കണം, എന്നാലേ നമ്മുടെ കാളന് ആ മണവും സ്വാദും ഒക്കെ കിട്ടുള്ളൂ. ഇതാ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.